അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 6 ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിംഗ് ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ കണ്ടു ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്ക് ക്ലയന്റ് ബ്രൗസറിലാണ് അത് റൺ ആവുന്നത്. ആ സെർവർ സൈഡ് ആപ്ലിക്കേഷൻസ് ഒന്നും അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് VB സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ പല ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ്, അതിൽ എങ്ങനെ HTML കോഡിൽ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് എംബഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രണ്ടൻ എച്ച്. അത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഞാൻ പറഞ്ഞു. ഈ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ HTML കോഡിനകത്ത് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും. HTML കോഡിനിടയിൽ തന്നെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ആണ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് HTML പേജിനകത്ത് എഴുതുന്നത്. പിന്നെ ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്ലയന്റ് കൊടുക്കുന്ന ഡാറ്റനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റുകൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് HTML-ന്റെ ഒന്നും എൻഡിൽ സെമിക്കോളൻ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും എൻഡിൽ എന്ത് വേണം? സെമിക്കോളൻ നിർബന്ധമാണ്. നമ്മൾ C++ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ്മെന്റുകളിലെ എൻഡിൽ സെമിക്കോളൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ് അതെല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ്, ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. കേസ് സെൻസിറ്റീവ് ആണ് ജാവാസ്ക്രിപ്റ്റ് കീവേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ യൂസ് ചെയ്യുന്ന ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് കാമൽ കേസ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. കാമൽ കേസ് എന്നുള്ളത് ഒരു പുതിയ വേർഡാണ്. കാമൽ കേസ്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിച്ചോ? അതിൽ J ക്യാപിറ്റൽ ആണ്. ജാവ കഴിഞ്ഞ് S എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്പേസ് ഇല്ലാതെ നമ്മൾ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പേസ് ഇല്ലാതെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്തായിരിക്കും? ക്യാപിറ്റൽ ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയുള്ള ടൈപ്പിനെയാണ് കാമൽ കേസ് എന്ന് പറയുന്നത്. കാമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒട്ടകത്തിന്റെ ഒരു ഷേപ്പ് ഓർക്കുക. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് ഇത് വരുന്നത്. വിതൗട്ട് സ്പേസ് ആയിരിക്കും നമ്മൾ ആ വേർഡ്സ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സിനെ കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ യൂസർ നെയിം എന്നുള്ളത്. അപ്പൊ സ്പേസ് ഇല്ലാതെയാണ് ആ ഒരു ഐഡന്റിഫയറിന്റെ പേര് നമ്മൾ കൊടുക്കുക. അപ്പൊ അതിൽ യൂസറിന്റെ U ക്യാപിറ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ യൂസർ കഴിഞ്ഞിട്ടുള്ള നെയിമിലെ N ക്യാപിറ്റൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് കാമൽ കേസ് എന്ന് പറയുന്നത്. കാമൽ കേസ് 2 ടൈപ്പിലാണ് വരുന്നത്. ലോവർ കേസ് കാമൽ ആൻഡ് അപ്പർ കേസ് കാമൽ. ലോവർ കേസ് കാമൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും, അടുത്ത വരുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. അതിനാണ് ലോവർ കേസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ D സ്മോൾ ലെറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞ് O ക്യാപിറ്റൽ ആണ്, ഓഫിന്റെ O ക്യാപിറ്റൽ ആണ്, ബർത്തിന്റെ B ക്യാപിറ്റൽ ആണ്. യൂസർ നെയിം U സ്മോൾ ലെറ്റർ ആണ്, എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇങ്ങനെയാണ് ലോവർ കേസ് കാമൽ എന്ന് പറയുന്നത്. അപ്പർ കേസ് കാമൽ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേർഡിന്റെ ക്യാപിറ്റൽ ആയിരിക്കും, ഇടയിൽ വരുന്നതിന്റെ ക്യാപിറ്റൽ ആയിരിക്കും. അതിലാണ് അപ്പർ കേസ് കാമൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കൂടുതലും നമ്മുടെ ഐഡന്റിഫയേഴ്സിനെ, നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ നെയിം അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സിന്റെ നെയിംസ് നമ്മൾ എഴുതുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ജാവാസ്ക്രിപ്റ്റിൽ എഴുതുന്നത്. അത് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. കേസ് സെൻസിറ്റീവ് ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാ ലോവർ കേസ് ലെറ്റേഴ്സ്, എല്ലാ കീവേഡ്സും ലോവർ കേസ് ലെറ്റേഴ്സിലാണ് നമ്മൾ എഴുതി കൊടുക്കുക. അടുത്താണ് സ്ക്രിപ്റ്റ് ടാഗ്. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ നമ്മുടെ HTML കോഡിനകത്തോട്ട് എംബഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗ് എന്നത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ടാഗ് ഉണ്ടായിരിക്കും, അതിന്റെ /സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് ടാഗും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ പറയുന്ന കോഡ് എഴുതി കൊടുക്കേണ്ടത്. ഒരു HTML ഫയലിൽ എത്ര സ്ക്രിപ്റ്റ് ടാഗ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുക. HTML ഫയലിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എംബഡ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഒരെണ്ണം മാത്രമല്ല, എത്ര എണ്ണം എവിടെ വേണമെങ്കിലും നമ്മുടെ HTML പേജിനകത്ത് വരാം. എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ നോക്കാം. സ്ക്രിപ്റ്റ് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ലാംഗ്വേജ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊടുത്താൽ മാത്രമേ എന്തറിയാൻ പറ്റുള്ളൂ, HTML ഫയലിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിന് അത് ജാവാസ്ക്രിപ്റ്റ് കോഡാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. SRC നമ്മുടെ സോഴ്സ്, നമ്മൾ എക്സ്റ്റേണൽ ഫയലായിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഈ HTML ഫയലായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. SRC നമ്മൾ മുന്നേ കണ്ടതാണ്, സോഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ടൈപ്പ്. നമ്മുടെ മീഡിയ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, ആ റൈറ്റ് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യുന്നത്, മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല ഏതെങ്കിലും വേരിയബിൾ നെയിം ആണെങ്കിൽ വേരിയബിൾ നെയിം നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ബ്രൗസർ വിൻഡോയില് എന്തെങ്കിലും ഡിസ്പ്ലേ ജാവാസ്ക്രിപ്റ്റ് കോഡ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വെബ് പേജിന്റെ ബോഡി സെക്ഷനെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബോഡി സെക്ഷനിൽ എഴുതിയിട്ടുള്ള ഏതൊരു എലമെന്റിനെയും ആക്സസ് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രൗസർ വിൻഡോയിലേക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ബോഡി സെക്ഷനിൽ നമ്മൾ എഴുതിയിട്ടുള്ള വെബ് പേജിന്റെ പോർഷനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബോഡി പാർട്ടിൽ നമ്മൾ എഴുതിയിട്ടുള്ള എന്തിനെ ആക്സസ് ചെയ്യണമെങ്കിലും ഡോക്യുമെന്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്. നമ്മൾ വഴി പഠിക്കും എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ പാസ്വേഡ് ബോക്സ് എന്നൊക്കെ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്. എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഒരു HTML ഫയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. HTML ഫയലിൽ H1 എന്ന് പറഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് ടാഗ് വഴി ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുകയാണ്. അതിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു വേൾഡ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഹായ് ഓൾ എന്നുള്ള ഒരു മെസ്സേജ് ബോഡിക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര സ്ക്രിപ്റ്റ് ടാഗ് വേണമെങ്കിലും നമ്മുടെ ഈ HTML ഫയലിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം എന്നല്ല, നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ബോഡി ടാഗിനകത്ത് ബാക്കിയുള്ള നമ്മുടെ HTML ടാഗുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള H1 ടാഗിനകത്ത് കൊടുത്തിട്ടുള്ള ഹെഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് കോഡിലുള്ള വെൽക്കം ടു വേൾഡ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതും വന്നിട്ടുണ്ട്, ഹായ് ഓൾ എന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ ലൈനിലാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ കൂടെ നമ്മുടെ HTML ടാഗുകളോട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ കോട്ട്സിനകത്ത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ആ ഒരു ടാഗുകളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ HTML ടാഗും ഇതിനകത്ത് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് H1 വെൽക്കം ടു വേൾഡ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു, BR ടാഗ് കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിലേ ചിലപ്പോൾ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ടു വേൾഡ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് H1 സൈസിൽ വന്നു. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് BR ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ഓൾ എന്നുള്ള മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനകത്ത് നമുക്ക് വേണമെങ്കിൽ HTML ടാഗുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഡബിൾ കോട്ട്സിനകത്ത് ആ ഒരു ടാഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടി ജാവാസ്ക്രിപ്റ്റ് കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ, അതെല്ലാ ബ്രൗസറിലുള്ളതാണ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതില് ഒരു വെർച്വൽ മെഷീനാണ് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീനാണ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതെല്ലാ ബ്രൗസറിലും ഉണ്ട്. ഇനി എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മുടെ HTML ഫയലിനകത്ത് നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ HTML ഫയലിനകത്ത് എംബെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് കണ്ടു, ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ബ്രൗസറിന് മനസ്സിലായി ജാവാസ്ക്രിപ്റ്റ് കോഡ് അതിനകത്ത് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും, അത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ആണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ അതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും.
ദെൻ ബാക്കിയുള്ള HTML ഫയലിലെ HTML കണ്ടന്റ്സ് നമ്മുടെ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നപ്പോഴാണ് സ്ക്രിപ്റ്റ് ടാഗ് കാണുമ്പോഴാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ വരും. എഞ്ചിൻ ആണ് പിന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ദെൻ ആ കോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ HTML കോഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ HTML ഫയല് അതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന്റെ ഹെൽപ്പ് എടുക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ വഴി തന്നെ അത് എക്സിക്യൂട്ട് ആവും. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇല്ലാത്ത HTML ഫയലായിരിക്കും കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ്. നമ്മൾ C++ൽ കുറെ ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, ക്യാരക്ടർ, അങ്ങനെ കുറെ അധികം ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് മൂന്ന് ഡാറ്റ ടൈപ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്പർ, അത് ഇന്റിജർ ആയിക്കോട്ടെ, ഫ്ലോട്ടിംഗ് ആയിക്കോട്ടെ, ഡബിൾ പ്രിസിഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണ് 27, -30, പോസിറ്റീവ്, നെഗറ്റീവ് എല്ലാ നമ്പേഴ്സും നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് വരുന്നത്. പിന്നെയുള്ളതാണ് സ്ട്രിംഗ്. ഡബിൾ കോട്സിനകത്ത് കൊടുക്കുന്ന എന്ത് കോമ്പിനേഷൻ, ക്യാരക്ടർ കോമ്പിനേഷൻ ആവും, നമ്പർ കോമ്പിനേഷൻ ആവും, ഡബിൾ കോട്സിനകത്താണോ അത് സ്ട്രിംഗ് ടൈപ്പ് ആണ്. അപ്പൊ എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. വെൽക്കം, കേരള, സ്കൂൾ, 1 2 3 4. അത് ശ്രദ്ധിക്കുക, ഡബിൾ കോട്സിലാണ് അത് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മാർക്കറ്റ് 20, ABC $. അപ്പൊ ഡബിൾ കോട്സിനകത്ത് എന്ത് കണ്ടാലും ജാവാസ്ക്രിപ്റ്റിനകത്ത് അത് എന്താണ്, സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ബൂളിയൻ. നമുക്കറിയാം ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ് ബൂളിയനിൽ വരുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ലോവർ കേസ് ട്രൂ, അതുപോലെ ലോവർ കേസ് ഫോൾസ്, ഇത് മാത്രമേ ബൂളിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ക്യാപിറ്റൽ ട്രൂ ഫോൾസും എന്തല്ല ബൂളിയൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. നേരത്തെ പറഞ്ഞു നമ്മുടെ കീവേഡ്സ് പറഞ്ഞത് ലോവർ കേസ് ലെറ്റേഴ്സിലാണ് കീവേഡ്സ് കൊടുക്കുന്നത്. അപ്പൊ സ്മോൾ ലെറ്റർ ട്രൂവും അതുപോലെ സ്മോൾ ലെറ്റർ ഫോൾസും മാത്രമാണ് നമ്മുടെ ബൂളിയൻ വാല്യൂ ആയിട്ട് റീഡ് ചെയ്യുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ ട്രൂവും ക്യാപിറ്റൽ ലെറ്റർ ഫോൾസ്, അതുപോലെ തന്നെ ഡബിൾ കോട്സിനകത്ത് ട്രൂവും ഫോൾസും കൊടുത്തു കഴിഞ്ഞാലും അത് ബൂളിയൻ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ സ്ട്രിംഗ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അത് ഇതാണ് 3 മെയിൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ഡാറ്റ ടൈപ്പും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനാണ് അൺഡിഫൈൻഡ് ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്പെഷ്യൽ ടൈപ്പാണ് അൺഡിഫൈൻഡ് ടൈപ്പ് എന്നുള്ള ഫോർമാറ്റിലാണ് അത് വരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു വേരിയബിൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് VAR സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. VAR സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റെന്നോ ഫ്ലോട്ടെന്നൊന്നും പറഞ്ഞ് സ്പെഷ്യൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേരിയബിൾ ആണെന്ന് അറിയാനായിട്ട് VAR സ്പേസ് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇനി എപ്പോഴാണ് അത് ഇന്ന ഡാറ്റ ടൈപ്പിലുള്ളതാണെന്ന് അറിയുന്നത്? അത് നമ്മൾ ആ ഒരു വേരിയബിളിനകത്തോട്ട് എപ്പോഴാണോ വാല്യൂ കൊടുക്കുന്നത് അപ്പോഴാണ് അതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഞാൻ വേരിയബിൾ A എന്ന് പറഞ്ഞ് കൊടുക്കാം. എക്ക് ഞാൻ 2 എന്ന് വാല്യൂ കൊടുക്കും. A = 2 എന്ന് കൊടുത്തു. അപ്പൊ A എന്ന് പറയുന്നത് എന്തായി മാറി? അത് നമ്പർ ടൈപ്പ് ആയിട്ട് മാറി. ഇനി A = ഞാൻ ഡബിൾ കോട്സിനകത്ത് വെൽക്കം എന്ന് കൊടുക്കുകയാണെങ്കിൽ A എന്ന് പറയുന്നത് എന്തായി മാറി? സ്ട്രിംഗ് ഡാറ്റ ടൈപ്പായി മാറി. ഇനി A = ഞാൻ സ്മോൾ ലെറ്റർ ട്രൂ എന്ന് കൊടുക്കുകയാണ്. അപ്പൊ അത് എന്തായി മാറി? ബൂളിയൻ ടൈപ്പ് ആയിട്ട് മാറി. എപ്പോഴാണ് നമ്മൾ ആ വേരിയബിളിനകത്തോട്ട് വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റില് അത് എന്ത് ടൈപ്പാണുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. XY എന്നുള്ള 2 വേരിയബിൾ തന്നിട്ടുണ്ട്. അതിന് Xൽ ഞാൻ 25 Yല് ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ X എന്ന് പറയുന്നത് എന്തായി? നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്. Y എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കാം. നമ്മുടെ HTML ഫയലിലെ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കുകയാണ്. അതിൽ ഒരു 5 വേരിയബിൾസ് ABCDE എന്ന് പറയുന്ന 5 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ Aയിൽ ഞാൻ 10 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. Bയിൽ ഡബിൾ കോട്ട്സിൽ വെൽക്കം കൊടുത്തിട്ടുണ്ട്. Cയിൽ ഡബിൾ കോട്ട്സിൽ ട്രൂ കൊടുത്തിട്ടുണ്ട്. Dയിൽ സ്മോൾ ലെറ്ററിൽ ട്രൂ കൊടുത്തിട്ടുണ്ട്. Eയിൽ ഡബിൾ കോട്ട്സ് 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിലൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് A ഈസ് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെ ടൈപ്പ് ഓഫ് A പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. A എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പ് ആണെന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിൽ ഒരു BR, നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഒരു BR ടാഗ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BCDE 5 വേരിയബിൾസിൻ്റെയും ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വെച്ച് 5 വേരിയബിൾസിൻ്റെയും ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് താഴെ F എന്ന് പറയുന്ന, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ F എന്ന് പറയുന്ന വേരിയബിളും കൂടി ഞാൻ ടൈപ്പ് ഓഫ് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. എ എന്ന് പറയുന്നത് നമ്പർ ടൈപ്പിലാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സി എന്ന് പറയുന്നത് സ്ട്രിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. സി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡബിൾ കോട്ട്സിൽ ട്രൂ എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡി ബൂളിയൻ ആണ്, സ്മോൾ ലെറ്റർ ട്രൂ ആണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇ എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു. എഫ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്, നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് അൺഡിഫൈൻഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ എല്ലാ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സും ഇതിൽ സപ്പോർട്ടഡ് ആണ്. പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡ്യൂളോ, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ഇതെല്ലാം നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ സപ്പോർട്ടഡ് ആണ്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. അതുപോലെ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ്യൂളോ ഈക്വൽ ടു, ഇതെല്ലാം എന്താണ് ജാവാസ്ക്രിപ്റ്റിലും യൂസ് ചെയ്യാവുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. എല്ലാ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സും നമുക്ക് ഇതിലും യൂസ് ചെയ്യാവുന്നതാണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, നോട്ട്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ C++ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ, അത് പ്ലസ് ആണ് അതിന്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്ട്രിംഗ് വാല്യൂസിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രണ്ട് സ്ട്രിംഗ് വാല്യൂസിനെ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്ലസ് അഡീഷന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലാതെ സ്ട്രിംഗ് വാല്യൂസിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ. അതിനെ പറയുന്നത് പേരാണ് സ്ട്രിംഗ് ആഡിംഗ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വേരിയബിൾ എക്സ് ഈക്വൽ ടു ഗുഡ് ബിഗിനിങ്, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു മേക്സ് എ ഗുഡ് എൻഡിങ്. എക്സ് പ്ലസ് വൈ, സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ എന്തായി മാറി, ഗുഡ് ബിഗിനിങ് മേക്സ് എ ഗുഡ് എൻഡിങ് എന്നുള്ള ഒട്ടൊരു സ്ട്രിംഗ് ആയിട്ട് അത് മാറി. വേറൊരു എക്സാമ്പിൾ നോക്കാം. എക്സും വൈ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എക്സിൽ ഞാൻ ഡബിൾ കോട്ട്സിൽ 23 കൊടുത്തിട്ടുണ്ട്, വൈയിൽ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? 28 അല്ല ഔട്ട്പുട്ട് വരുന്നത്, 2, 3, 5 എന്നുള്ള സ്ട്രിംഗ് വാല്യൂ ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു, ഇപ്പൊ നമുക്ക് അഡീഷൻ നമ്മൾ ആഡ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്, എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രിംഗ് വാല്യൂ ഉണ്ടെങ്കിൽ അത് സ്ട്രിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് സെഡിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 235 എന്ന് പറയുന്ന സ്ട്രിംഗ് വാല്യൂ ആണ് നമുക്ക് ആ ഒരു സെഡിനകത്ത് കിട്ടുന്നത്. ഇനി അത് ഞാൻ ചേഞ്ച് ചെയ്യാം, കോഡ് ചേഞ്ച് ചെയ്തിട്ട് സെഡ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുകയാണ്. നമ്പർ ഓഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിനകത്തുള്ള നമ്പറിനെ അത് എക്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ അതിൽ 23 എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ 23 എക്സ്ട്രാക്ട് ചെയ്ത് 23 പ്ലസ് 5 എന്നുള്ള ഫോർമാറ്റിൽ എത്തി. അപ്പൊ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി, 28 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെ ചെറിയ കോഡ് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ജാവാസ്ക്രിപ്റ്റ്, ഡാറ്റ ടൈപ്പ്, അതുപോലെ വേരിയബിൾ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.